ഇതാണ് യോഡേസ് ഫാം റെസ്ബർഗിലുള്ളത്. റെസ്ബർഗിൽ നിന്ന് അകത്തോട്ട് പോകണം. അതിൻ്റെ എൻട്രൻസ് ബോർഡാണിത്. വേറെ വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ അത് ഏറ്റവും മിൽക്കിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മിൽക്കും കിട്ടുന്നു. യു പിക്ക് സ്ട്രോബെറി, പിക്കർ സ്ട്രോബെറി സീസൺ അതൊക്കെ ഉണ്ട്. അത് ഇവൻ്റ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ബോർഡാണ്. സ്ട്രോബെറി ഫാമാണ്. അപ്പോൾ അവിടെ റൂൾസൊക്കെ എഴുതിയിട്ടുണ്ട്. സ്ട്രോബെറി പിക്കിംഗ് ഫെസ്റ്റിവലാണ്. ദ പിക്ക് ഫുള്ളി റെഡ് ബെറീസ്, മൂവ് ലീസ് ടു ഫൈൻഡ് ഹിഡൻ ബെറീസ്, അതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഡോണ്ട് ജമ്പ് ഓവർ ദ റോസ് ഓർ സ്റ്റെപ്പ് ഓൺ ദ പ്ലാസ്റ്റിക്. ഇതാണ് ഈ സ്ട്രോബെറി. സ്ട്രോബെറി ഇത് പിന്നെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇവിടെ. ശരിക്കും ചിലതൊക്കെ പഴുത്തുണ്ട്. ഇതങ്ങ് ഒരുപാടുണ്ട് സ്ട്രോബെറി. അതവിടെ ഒരു ഫീൽഡ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. സ്ട്രോബെറി പിക്കിംഗ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അത് എല്ലാവരും ഇവിടെ വന്നിട്ട് സ്ട്രോബെറിയൊക്കെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, ഒരുപാട് പേരുണ്ട്. നമുക്കൊരു കൊട്ട കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ആ കൊട്ടയിൽ നിന്ന് അറിയണ അത്രയും പറിച്ചെടുക്കാം. ഇതാണ് സ്ട്രോബെറി പിക്കിംഗ് ആളുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഈ സ്ട്രോബെറി നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ കാണില്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മാറ്റി നോക്കി കണ്ടുപിടിക്കണം. അല്ലാതെ സ്ട്രോബെറി ഉണ്ട്. ഇതിങ്ങനെ കണ്ടോ, നിങ്ങൾ ഇടയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ. ഇതാണ് കൊല, ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ടോ. ഇതാണ് സ്ട്രോബെറി. ഇതേപോലെ ഇതിങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുക. അപ്പോൾ ഈ പിക്കിംഗ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ഗാലൻ ബോക്സിന് അവരൊരു പ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സിൽ നിറയണ അത്ര നമുക്ക് കുറച്ചുണ്ടോ. ഇതൊക്കെയാണ് സ്ട്രോബെറി ഫാം പറയാൻ പറ്റുക. ഇവിടെ പിള്ളേരൊക്കെ വന്ന് പിക്ക് ചെയ്തുകൊണ്ടുണ്ട്. ഇതിപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഏതൊരു ഉൾഗ്രാമത്തിൽ പോയ പോലെ ഉണ്ട് ഇന്ത്യയിൽ. ഇതാണ് നമ്മൾ പ്ലക്ക് ചെയ്ത സ്ട്രോബെറി. ഇത് ഏതാണ്ട് ഹാഫ് ഗാലൻ ഉണ്ട്. ഹാഫല്ല, 1 ഗാലൻ ഉണ്ട്. നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ റിയൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പോൾ ക്യാമറ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നില്ല. എന്നാലും റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വേറെ ലെവലാണ്. അതാണ് നമ്മൾ പിക്ക് ചെയ്ത സ്ട്രോബെറി. നിങ്ങൾ ഈ കാണുന്ന മരം ഒരു ഫലവൃക്ഷമാണ്. അപ്പോൾ ഇതിൽ ഒരു കായൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വീട് പിടുത്തം കിട്ടണല്ലോ. ഇതിപ്പോൾ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് പീച്ച് പോലെയുണ്ട്. പൂത്തട്ടില്ല, പച്ചയായിട്ടുള്ള പീച്ചാണ്. നമ്മൾക്കൊന്ന് പിടിച്ചു നോക്കാം. അതിവിടെ ചോദിച്ചു. അപ്പോൾ ഇത് പീച്ച് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മൂത്തട്ടില്ല. പീച്ചിന് അത്യാവശ്യം ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു സിട്രസി ടേസ്റ്റാണ്. അപ്പോൾ
നമ്മുടെ നാട്ടിൽ അധികം കണ്ടിട്ടില്ല. ഇത് നമ്മുടെ നാട്ടിലത് പിടിപ്പിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലാവരും വെക്കാൻ ശ്രമിക്കുക. അതാണ് പീച്ച് മരം. ഇത് ഒരുതരം ധാന്യമാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഗോതമ്പ് പോലെ ഇരിക്കുമെങ്കിലും ഗോതമ്പല്ല. അപ്പം ഇത് ഈ റൈ എന്ന് പറഞ്ഞൊരു ധാന്യമാണ്. ഉണ്ടായൊരു ഇത് ഞാനൊന്ന് കുറച്ച് ഞാൻ പിടിച്ച് കാണിക്കാം. അതെ, സംഭവം എന്ന് പറഞ്ഞാൽ ഈ നീല കളർ നിങ്ങൾ കാണുന്നില്ലേ, ഈ കതിരിൽ നീലയുണ്ട്, ഒരു ചെറിയ നീലയുണ്ട്. അങ്ങനെയാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യണത്. നീലൊരു ടിഞ്ച്, ആ ബ്ലൂ ടിഞ്ച് ഉണ്ടെങ്കിൽ അത് റൈ ആണെന്ന് അർത്ഥം. ഇത് ഗോതമ്പ് പോലെയൊക്കെ തന്നെയാണ്. ഗോതമ്പ് പോലെ ഗ്ലൂട്ടനൊക്കെ ഉണ്ട്, പക്ഷേ ഗോതമ്പല്ല. ഇതൊരു വിൻ്റർ കവർ ക്രോപ്പായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സോയിൽ എറോഷൻ തടയും. പിന്നെ ഇത് കൂടുതലും ഗ്രെയിനായിട്ടും ഫ്ലോറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും റഷ്യയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അധികം കണ്ടുപരിചയമില്ല, ഭൂമി മലയാളത്തിലും ഇന്ത്യയിലുമൊക്കെ. റഷ്യൻസ് ഇത് കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബ്രെഡ് ഉണ്ടാക്കാനും പിന്നെ അവരുടെ ഒരു കവാസ് എന്ന് പറഞ്ഞ സംഭവം അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മൈൽഡ് ആൽക്കഹോളുണ്ട്. പിന്നെ ഇത് വോഡ്ക ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഈ റൈയും ഉപയോഗിച്ച് വോഡ്ക ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗ്ലൂട്ടൻ കണ്ടൻ്റ് ഉണ്ട്. ഗോതമ്പ് പോലെ തന്നെ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ റൈ ഗ്രെയിൻ്റെ വിശേഷങ്ങൾ. ഇത് കോൾഡ് വിൻ്ററിനെ സർവൈവ് ചെയ്യുമെന്നാണ് പറയണത്. തണുപ്പുള്ള മേഖലകളിൽ നമ്മുടെ നാട്ടിൽ വെച്ച് പിടിപ്പിക്കുക റൈ ഗ്രെയിൻ. നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേര് കേർലി ഡോക്ക് എന്ന് പറയുന്നത്. ഇതിന് വേറെ പേരുണ്ട്, യെല്ലോ ഡോക്ക്, കറി ഡോക്ക് എന്നൊക്കെ പേരുണ്ട്. സയൻറ്റിഫിക് നെയിം റൂമസ് ക്രിസ്പസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എഡിബിളാണ്. സീഡ്സ്, റൂട്ട്സ്, പിന്നെ എന്താണ് ലീവ്സ് എല്ലാം എഡിബിളാണ്. അപ്പോൾ ഇതിൻ്റെ സീഡ് ഈ ഇപ്പോൾ പച്ച നിറമല്ലേ, ഇത് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ അത് വെറുതെ കൈ വെച്ച് പറിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ച് നമുക്ക് ഫ്ലോർ ഉണ്ടാക്കാം. എന്നിട്ട് ആ ഫ്ലോർ വെച്ചിട്ട് നമുക്ക് പാൻ കേക്കോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിലുണ്ട്, തപ്പിയാൽ മതി. കേർലി ഡോക്ക് ഫ്ലോർ റിസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സീഡ്സൊക്കെ ആമസോണിലും കിട്ടും. പിന്നെ ഇതൊരു ഇൻവെസീവ് പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിലും പിടിപ്പിക്കാൻ പറ്റിയതാണ്. പിന്നെ ഏത് മോശം മണ്ണിലും വളരും. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ യൂറേഷ്യയാണ്, വെസ്റ്റ് ഏഷ്യയിലൊക്കെയാണ്. ഇപ്പോൾ നോർത്ത് അമേരിക്കയിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും പിടിപ്പിക്കാവുന്നതാണ്. ഇതൊരു ഫാമിൻ ഫുഡായിട്ട് ഉപയോഗിച്ചിരുന്ന പ്ലാന്റാണ്. നിങ്ങൾ ഈ കാണുന്നത് ഈ ആട്, ഇത് പെറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഇവിടെ ഈ ഫാം ടൂറിസത്തിൽ ഇവിടുത്തെ ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ അനിമൽസിനെയൊക്കെ അവരിങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അനിമൽ ഫീഡ് നമുക്ക് ഇവരുടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. പെറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാം ടൂറിസത്തിൽ അവർ പൈസ ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ്. അപ്പോൾ പിള്ളേരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ പിള്ളേർക്കൊരു എൻജോയ്മെൻ്റ് ആവും, പെറ്റ്സിനെ ഫീഡ് ചെയ്യുന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും ആവും. സാധാരണ അൽപ്പാക്കിനെയും ലാമിനെയൊക്കെ വെക്കാറ്. ഇപ്പോൾ ഇവിടെ ഒരു ഗോട്ടിന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ഫാം ടൂറിസം അതിൻ്റെ സാധ്യതകൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഭൂമി മലയാളത്തിലും ഇതൊക്കെ ട്രൈ ചെയ്യേണ്ടതാണ്. അതുപോലെ പെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്ഷനൊക്കെ വെച്ചിട്ട് ഇക്കോണമി ബൂസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് ഇത് ഒരു ചിക്കൻ അല്ലെങ്കിൽ കോഴി എന്ന് പറയാം പച്ച മലയാളത്തിൽ. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഗിരിരാജ കോഴി പോലെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഭൂമലയാളത്തിൽ ബ്ലോക്ക് കോഴി എന്നൊക്കെ പറയണ ഇവിടുത്തെ കോഴിയാണ്. ഒറിജിനൽ നാടനല്ല, ഇത് ഹൈബ്രിഡാണ്. ഇതിലും ആൾക്കാർ പിള്ളേരൊക്കെ കാണിക്കാൻ വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും
പെറ്റിങ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്യാവുന്നതാണ്, ഫുഡൊക്കെ കൊടുക്കാവുന്നതാണ്. അത് ഇവരുടെ ഇന്ന് ഫുഡ് മേടിച്ചിട്ട് അത് കൊടുക്കുക, അങ്ങനത്തെ സംവിധാനമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇത് പറഞ്ഞ കൂട്ടത്തിലിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കോഴീനെ വരെ അവർ ടൂറിസത്തിൻ്റെ സാധ്യതയായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത്. ഓക്കെ. ഈ റാബിറ്റിൻ്റെ ബ്രീഡ് എന്ന് പറയുന്നത് ന്യൂസിലൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഫ്ലോറിഡ വൈറ്റ് എന്നാണ് പറയണത്. അപ്പോൾ ഈ രണ്ട് ബ്രീഡിനാണ് മറ്റേ പ്യുവർ വൈറ്റ് ഫറും ഈ പിങ്ക് അല്ലെങ്കിൽ റെഡ് ഐസും ഉള്ളത്. പിന്നെ ജനറലായിട്ട് പറയുമ്പോൾ റെഡ് ഐഡ് വെറൈറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോമൺ ആൽബിനോ ട്രേറ്റ് ഫൗണ്ട് ഇൻ സെവറൽ ബ്രീഡ്സ് എന്നാണ് പറയണത്. അപ്പോൾ ഈ റെഡ് ഐഡ് വൈറ്റ് വെറൈറ്റിക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൽബിനിസം ഉണ്ട് അവർക്ക്. അപ്പോൾ സെൻസിറ്റീവ് ടു ഡയറക്റ്റ് സൺലൈറ്റ് ആണ്. പിന്നെ അതിന് ഹീറ്റ് സ്ട്രോക്കിന് സസെപ്റ്റിബിൾ ആണ്. അതുകൊണ്ട് ടെമ്പറേച്ചർ 12 to 23 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആ റേഞ്ചിൽ വെക്കണം. പിന്നെ അത് മെയിനായിട്ട് ന്യൂസിലൻഡ് ബ്രീഡാണെങ്കിൽ അത് മീറ്റിന് വേണ്ടിയും ഫറിന് വേണ്ടിയാണ് റേസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ റെഡ് ഐഡ് വൈറ്റ് വെറൈറ്റിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി പോപ്പുലർ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടാൽ നന്നായിരിക്കും. ഇതും യോഡേസ് ഫാമിൽ റാബിറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഏത് വെറൈറ്റി എന്നറിയില്ല. കറുത്ത കണ്ണുകളൊക്കെയാണ്, ഒരെണ്ണം വെളുത്ത് മറ്റേത് ബ്രൗണുമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞു. ചിലവർ നെതർലാൻഡ്സ് ഡോഫാന്നൊക്കെ പറയുന്നുണ്ട്, ചിലവർ വേറെ എന്തൊക്കെയോ പേരാണ് പറഞ്ഞു, വായി കൊള്ളാത്ത പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിയില്ല. പിന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ മൂക്ക് ഇതിങ്ങനെ മുങ്ങിയും താഴെയും ചെയ്യാനുണ്ട് ഇവിടെ. അതൊരു കൗതുകമുള്ളൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ കാണാനൊരു ഇതുണ്ട്. അപ്പോൾ ഇത് ഏത് വെറൈറ്റി ആണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വെറൈറ്റി ഓഫ് മുയലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. മറ്റേതിൻ്റെ വെറൈറ്റി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് മറ്റേ വെറൈറ്റിനെ പറ്റി എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റിയത്. ഇതിനെപ്പറ്റി ഇവിടെ ആർക്കും വലിയ ഐഡിയ ഇല്ല. എൻ്റെ ഫാമിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഏത് വെറൈറ്റിയാണെന്നുള്ളത്. നിങ്ങൾ ഈ കാണുന്ന റോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കോറൽ നോക്കൗട്ട് എന്നാണ് ഈ റോസിൻ്റെ പേര്. ഇതിപ്പോൾ നഴ്സറിക്കാരൊക്കെ ഇവിടെ വിൽക്കുന്നതാണ്. അപ്പോൾ ഇത് US ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബ്രിക്ക് റെഡ് ഓറഞ്ച് കളർ ഉണ്ടാവും. നല്ല ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ച് ഓറഞ്ചിൻ്റെ കളർ ഇങ്ങനെ കൂടിക്കൂടി വരും എന്നാണ് പറയണത്. പിന്നെ അത്
കുറച്ച് കഴിയുമ്പോൾ പൊഴിഞ്ഞു പോവും. പക്ഷെ ആ സമയത്ത് പിന്നെ കളർ ട്രാൻസിഷൻ വരും. ഒരു പിങ്ക് കളറിലോട്ടായിട്ട് പിന്നെ ആദ്യം സാൽമൺ കളറാവും, അത് കഴിഞ്ഞിട്ട് പിങ്ക് കളറായിട്ടാണ് പിന്നെ പൊഴിയുന്നത്. എന്നിരുന്നാലും നല്ല അതിൻ്റെ പ്രൈമിൽ നല്ല ഫുൾ ബ്ലൂമിൽ നല്ല ഭംഗിയാണത്. പിന്നെ മെയിൻ്റനൻസ് ഫ്രീ ആണ്, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഈ സംഭവം. എന്താണ് കോറൽ നോക്കൗട്ട് എന്ന് പറഞ്ഞാൽ, ഈ കോറൽ കളറുള്ളതുകൊണ്ടാണ് ഇതിന് കോറൽ നോക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നഴ്സറികളിലൊക്കെ കണ്ടവനം ഉപയോഗിക്കുന്നില്ല, അവർ വിൽക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കോറൽ നോക്കൗട്ട് നമ്മുടെ ഭൂമിമലയാളത്തിൽ അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഇനി അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ റോസിൽ തന്നെ ഇത്രയധികം വെറൈറ്റികൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് പറ്റിയ വെറൈറ്റി ഓഫ് റോസാണ് ഈ കോറൽ നോക്കൗട്ട് എന്ന് പറയുന്നത്. ഇത് ഫുൾ ബ്ലൂമിൽ കാണേണ്ട കാഴ്ചയാണ്. നമ്മൾ ഈ ക്യാമറ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ സാധ്യ ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഫാമുകളിലൊക്കെ അവർ ഓർണമെൻറ്റ് പ്ലാന്റ്സും വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് ലൂപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇത് കുറേ വെറൈറ്റി ഉണ്ട്. ഇതിൽ ചില വെറൈറ്റിയുടെ സീഡ്സൊക്കെ എഡിബിളാണ്, ചിലത് പോയ്സണസ് ആണ്. അപ്പോൾ നോക്കി വേണം ചെയ്യാൻ. നല്ല ബ്യൂട്ടിഫുള്ളാണ്, ക്യാമറ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ലൂപ്പൈൻ ഫ്ലവറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് സ്റ്റോർ. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ജാംസ്, ജെല്ലീസ്, ബെറീസ് ഇതെല്ലാം കിട്ടും. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പെർമിഷൻ എടുക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആ സ്റ്റോറിൻ്റെ അകത്തോട്ട് കയറുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ മതി, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, യോഡേസ് ഫാം. അപ്പോൾ അവിടെ ഫുൾ ഡീറ്റെയിൽസും മന്ത്ലി വീക്ക്ലി ഡീറ്റെയിൽസും പോഡ്കാസ്റ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യോഡേസ് ഫാമിലെ വിശേഷങ്ങൾ. ഓക്കെ.